ആരാണ് ശരിക്കും മുഖ്യ ശത്രു? CPM ആണോ BJP ആണോ? ദേശീയ തലത്തിൽ BJP ആണ്, കേരളത്തിൽ CPM തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഫെഡറലിസവും ജനാധിപത്യവും ഒക്കെ അപകടത്തിലാകുന്നൊരു സാഹചര്യം മുന്നിലുള്ളപ്പോൾ ഒരു ലാർജറായിട്ടുള്ളൊരു എനിമിയെ, വലിയ ശത്രുവിനെ നമ്മൾ കാണേണ്ടതില്ലേ? ചരിത്രപരമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ പോരാട്ടം എപ്പോഴും CPMഉം കോൺഗ്രസും തമ്മിലാണ്. അവിടെ BJPക്ക് ഒരു പ്രസക്തിയില്ല. ഇത്രയും കാലമായിട്ടും BJPക്ക് ഒരു MLA പോലും ജയിപ്പിക്കാൻ രാജഗോപാൽ ജയിച്ചത് വേറൊരു സാഹചര്യത്തിലാണ്, കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചില്ലെന്ന് ചോദിക്കും. സുരേഷ് ഗോപിയും വേറൊരു സാഹചര്യത്തിൽ ജയിക്കുന്നതാണ്. അപ്പോൾ അത് BJPയുടെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കുന്നതല്ല. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വോട്ടും അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് അനുഭാവികളുടെ ആയിരിക്കും. അത് CPMൻ്റെയും പോയിട്ടുണ്ട് കുറേ വോട്ട്. അതൊരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു അംഗീകാരം കൂടി അതിനകത്തുണ്ട്. BJPയുടെ വോട്ടില്ലെന്നല്ല ഞാൻ പറയും. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ പോരാട്ടം BJPയുമായിട്ടല്ല, CPMുമായിട്ടാണ്.